ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ലണ്ടൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുന്ന ഡോണിനെയും അവൻ്റെ ഭാര്യയായ ആലീസിനെയുമാണ് കാണിക്കുന്നത്. ഇരുവരെയും കൂടാതെ മറ്റ് 4 പേര് കൂടി അവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊളിച്ചു താമസിച്ചിരുന്ന ആ ഒരു വീട് കൂട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികളുടേതായിരുന്നു. വീട് മുഴുവൻ അടച്ചു പൂട്ടി മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് ഭീതിയോടെ കഴിയുകയായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ആൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ വാതിൽക്കലിൽ മുട്ടുന്നത്. ദയനീയമായ ശബ്ദത്തിലുള്ള അവൻ്റെ സഹായ അഭ്യർത്ഥന നിരസിക്കാൻ ആലീസിനായില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ആലീസ് വാതിൽ തുറക്കുകയും കുട്ടിയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ നാടുകളിൽ ബ്രിട്ടനിലാകെ സോംബി വൈറസ് പടർന്നു പിടിച്ചിരിക്കുകയായിരുന്നു. തൻ്റെ രക്ഷിതാക്കൾ സോംബികളായി മാറിയെന്നും അവരും മറ്റു സോംബികളും ചേർന്ന് തന്നെ ആക്രമിക്കാൻ തുനിഞ്ഞെന്നും അങ്ങനെയോട് രക്ഷപ്പെട്ടതാണെന്നും കുട്ടി അവരോട് വിശദീകരിച്ചു. ഇത് കേട്ട് ഭീതിയോടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവതി വാതിലിനരികിലേക്ക് ചെന്നു. ഉടനെ കുട്ടിക്ക് പിന്നാലെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സോംബികൾ അവളെ കടിക്കുകയും അടുത്ത നിമിഷം തന്നെ അവളൊരു സോംബിയായി മാറുകയും ചെയ്തു. അവൾ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിനെ ആക്രമിക്കാൻ തുനിഞ്ഞതോടെ ഡോണിനെ അവളെ അടിച്ച് കൊലപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവരുടെ വീട് പൊളിച്ചുകൊണ്ട് സോംബികൾ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു. ഡോണും അവിടെയുണ്ടായിരുന്ന വൃദ്ധനും സോംബികളെ നേരിടാനായി ശ്രമിച്ചു. എന്നാൽ ക്രമാതീതമായി അകത്തേക്ക് പ്രവേശിച്ച സോംബികൾ വൃദ്ധനെ കൊലപ്പെടുത്തി. താമസിയാതെ തന്നെ ആ വൃദ്ധൻ്റെ ഭാര്യയെയും സോംബികൾ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. അപകടം മനസ്സിലാക്കിയ ഡോൺ എത്രയും വേഗം തനിക്കൊപ്പം വരാനായി ആലീസിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ ആലീസ് അവിടേക്ക് എത്തിയിരുന്ന ആ ഒരു കുട്ടിയെ രക്ഷിക്കാനായി പോയി. ഈ ഒരു സമയത്ത് സോംബികൾ വളഞ്ഞതിനാൽ ഡോണിനെ ആ വീട്ടിൽ നിന്നും പുറത്തു ചാടേണ്ടി വന്നു. താഴേക്ക് ചാടി രക്ഷപ്പെട്ടോടുന്ന സമയത്ത് നിസ്സഹായരായ ആ വീടിനുള്ളിൽ നിന്നിരുന്ന ആലീസിനെയും ആ ഒരു കുട്ടിയെയും ഡോൺ കണ്ടിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആലീസിനെയും ആ ഒരു കുട്ടിയെയും സോംബികൾ ആക്രമിക്കുകയാണ്. തനിക്ക് പുറകെ സോംബികൾ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഡോൺ അവിടെ അടുത്തുണ്ടായിരുന്ന നദി ലക്ഷ്യമാക്കി ഓടി. ഈ സമയത്ത് ഡോണിനൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന യുവാവ് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. ഡോണിന് ആ ബോട്ടിനകത്തേക്ക് പ്രവേശിക്കാനായി സാധിച്ചെങ്കിലും സോംബികളായൊരു യുവാവിനെ പിടികൂടി ആക്രമിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ സോംബിയായി മാറിയ യുവാവ് ഡോണിനെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഭാഗ്യവശാൽ ഡോണിനെ സോംബികളുടെ കയ്യിൽപ്പെടാതെ അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു. സോംബികളുടെ ശരീരം ഛിന്നഭിന്നമാക്കിക്കൊണ്ട് ഡോൺ ആ ഒരു ബോട്ട് മുന്നോട്ട് പായിച്ചു. പിന്നീടുള്ള 4 ആഴ്ചകൾക്കുള്ളിൽ മനുഷ്യരെ ഭക്ഷിക്കാൻ കിട്ടാതെ സോംബികൾ പട്ടിണി കിടന്നു മരിച്ചു. അങ്ങനെ ലണ്ടൻ നഗരം വിജനമായി കിടക്കുകയാണ്. അങ്ങനെ നേറ്റോ സൈന്യം ബ്രിട്ടൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് സോംബികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ സൈന്യം അവിടെയുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. സൈനിക ഡോക്ടറായ സ്കാർലറ്റ് അവിടേക്ക് എത്തിയവരുടെ ശരീരത്തിൽ സോംബി വൈറസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു. വിവിധ സോണുകളായി തിരിച്ച് അതീവ സുരക്ഷയോടെയാണ് സൈന്യം ആ ഒരു സ്ഥലത്ത് ആളുകളെ പാർപ്പിച്ചിരുന്നത്. സോംബികളെല്ലാം മരിച്ചെങ്കിലും പുറത്തുള്ള പൂച്ചകളിലും എലികളിലുമെല്ലാം സോംബി വൈറസിൻ്റെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സോൺ വിട്ട് ആരും തന്നെ പുറത്തു പോകരുതെന്ന് സൈന്യം കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഓരോ സോണിലും സൈന്യത്തിൻ്റെ കർശനമായ കാവലുണ്ടായിരുന്നു. ലണ്ടനിലേക്ക് സൈന്യം കൊണ്ടുവന്നിരുന്ന ആളുകളിൽ ഡോണിൻ്റെയും ആലീസിൻ്റെയും മക്കളായ ടാമിയും ആൻഡ്യുവും ഉണ്ടായിരുന്നു. സോംബി വൈറസ് പൊട്ടിപ്പുറപ്പെടുന്ന നാളുകളിൽ തൻ്റെ കുട്ടികളെ ഡോൺ പഠനാവശ്യത്തിൻ്റെ പേരും പറഞ്ഞ് തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അമ്മയെ സോംബികൾ കൊലപ്പെടുത്തിയെന്നും തനിക്ക് രക്ഷിക്കാനായില്ലെന്നും ഡോൺ കുട്ടികളെ അറിയിച്ചു. ഡോൺ ഇപ്പോൾ സൈന്യത്തിൻ്റെ കൂടെ സെക്യൂരിറ്റി ഓഫീസറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മരണവാർത്ത ടാമിയെയും ആൻഡ്യുവിനെയും അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. രാത്രിയിൽ ഡോയിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്നൈപ്പർമാർ ജനങ്ങൾക്ക് കാവൽ നിന്നിരുന്നു. കൂട്ടത്തിലുള്ള ആരെങ്കിലും സോംബികളായി മാറുന്നുണ്ടോ എന്ന് അവർ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നു രാത്രിയിൽ തൻ്റെ അമ്മയെ സ്വപ്നം കണ്ട് ആൻഡ്യു ഞെട്ടിയുണർന്നു. അതോടെ സേഫ് സോണിന് പുറത്തുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്നും അവിടെ ചെന്ന് തങ്ങളുടെ പഴയകാല ഫോട്ടോകൾ ശേഖരിക്കണമെന്നും ടാമിക്കും ആൻഡ്യുവിനും ഒരാഗ്രഹം തോന്നി.
അങ്ങനെ അവർ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് സേഫ് സോണിൽ നിന്നും പുറത്തു കടക്കുകയാണ്. ഇരുവരും പുറത്തു കടക്കുന്നത് ദൂരെ നിന്നും അവിടെ നിരീക്ഷിച്ചിരുന്ന ഡോയൽ കണ്ടിരുന്നു. ഉടൻ തന്നെ ഡോയൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കാര്യഗൗരവം മനസ്സിലാക്കാതെ കുട്ടികൾ മുന്നോട്ടേക്ക് നീങ്ങി. പോകുന്ന വഴിയിലവർ ഡെലിവറി ബൈക്കുകൾ കാണാനിടയായി. അതോടെ അതിൻ്റെ താക്കോൽ കണ്ടെത്താനായി ആൻഡ്രുവിനെ പുറത്തു നിർത്തിക്കൊണ്ട് ടാമി അവിടെ ഉണ്ടായിരുന്ന ഷോപ്പിനകത്തേക്ക് കയറി. അവിടെ കിടന്നിരുന്ന സോംബികളുടെ അസ്ഥികൂടത്തിനുള്ളിൽ നിന്നും അവൾക്ക് താക്കോൽ ലഭിച്ചു. അങ്ങനെ അവരിരുവരും ആ ഒരു മോട്ടോർ ബൈക്കിൽ അവിടെ നിന്നും വീട്ടിലേക്ക് പാഞ്ഞു. വീടിനകത്തേക്ക് കയറി ഫോട്ടോകൾ അന്വേഷിക്കുന്നതിനിടയിൽ ആൻഡ്രു പുറത്തേക്ക് കളിക്കാനായി വന്നു. ഒരു സമയത്ത് മുകളിലത്തെ നിലയിൽ തൻ്റെ അമ്മയായ ആലീസിനെ കണ്ടതായി ആൻഡ്രുവിന് തോന്നി. അതോടെ ആൻഡ്രു മുകളിലത്തെ നിലയിലുള്ള ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള കട്ടിലിന് പുറകിലായി ആലീസ് മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സാരമായി പരിക്കേറ്റിരുന്നവൾ സന്തോഷത്തോടെ ആൻഡ്രുവിനെ വാരിപ്പുണർന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും കുട്ടികളെ അന്വേഷിച്ച് സൈന്യവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സൈന്യം ആലീസിനെ ഉൾപ്പെടെ അവരെ 3 പേരെയും സേഫ് സോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അണുവിമുക്തമാക്കിയതിനു ശേഷം സ്കാർലറ്റ് അടക്കമുള്ള ഡോക്ടർമാർ അവളെ നിരീക്ഷിക്കുകയാണ്. ഒരു കണ്ണ് കലങ്ങിയിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് ആലീസ് പെരുമാറിയിരുന്നത്. പിന്നീടുള്ള പരിശോധനയിൽ ആലീസിനെ സോംബിയുടെ കടിയേറ്റിട്ടുണ്ടെന്ന് സ്കാർലറ്റിന് മനസ്സിലായി. ശേഷം സ്കാർലറ്റ് പരിശോധിക്കാനായി ആലീസിൻ്റെ രക്തമെടുത്തു. ഈ ഒരു വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഡോൺ ടാമിയുടെയും ആൻഡ്രുവിൻ്റെയും പക്കലേക്ക് ചെല്ലുകയാണ്. അമ്മ മരിച്ചെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരുന്നത്? അവരിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ക്വാറന്റീനിലായിരുന്നു. ടാമിയും ആൻഡ്രുവും ഡോണിനോട് ദേഷ്യപ്പെട്ടു. ആലീസിൻ്റെ രക്തം പരിശോധിച്ച സ്കാർലറ്റിനെ ഒരു കാര്യം മനസ്സിലായി. ആലീസും സോംബി വൈറസ് ഇൻഫെക്റ്റഡ് ആണ്. പക്ഷേ അവളുടെ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ഇക്കാര്യം അവൾ അവിടെ ഉണ്ടായിരുന്ന സൈനിക ജനറലിനെ അറിയിച്ചു. മാത്രവുമല്ല, ആലീസ് ഇപ്പോൾ സോംബി വൈറസ് കാരിയറാണെന്നും അവളുടെ രക്തത്തിൽ നിന്നോ ഉമിനീരിൽ നിന്നോ മറ്റൊരാളിലേക്ക് സോംബി വൈറസ് പടരുമെന്നും സ്കാർലറ്റ് ജനറലിനോട് പറഞ്ഞു. ഇത് കേട്ട് പരിഭ്രാന്തിയിലായ ജനറൽ എത്രയും വേഗം ആലീസിനെ കൊല്ലണമെന്ന് ഉത്തരവിട്ടു. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നും ആലീസിൻ്റെ രക്തത്തിൽ നിന്നും സോംബി വൈറസിനെതിരായ മരുന്ന് കണ്ടുപിടിക്കാമെന്നും സ്കാർലറ്റ് പറഞ്ഞെങ്കിലും ജനറൽ അത് മുഖവിലക്കെടുത്തില്ല. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് സെക്യൂരിറ്റി ഇൻചാർജ് ഉണ്ടായിരുന്ന ഡോൺ തൻ്റെ ആക്സസ് കാർഡുകൾ ഉപയോഗിച്ച് ആലീസിൻ്റെ പക്കലേക്ക് എത്തുന്നത്. ആലീസ് സോംബി വൈറസ് ഇൻഫെക്റ്റഡ് ആണെന്നുള്ള കാര്യം ഡോൺ അറിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ഭാര്യയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഡോൺ ആലീസിനെ ചുംബിച്ചു. അതോടെ വൈറസ് ബാധയേറ്റ് ഡോൺ ഒരു സോംബിയായി മാറുകയാണ്. താമസിയാതെ തന്നെ ഡോൺ ആലീസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്കോടി. പോകുന്ന വഴിയിൽ കണ്ട സൈനികരെ ഡോൺ ആക്രമിക്കുകയും അങ്ങനെ അവരും സോംബികളായി മാറുകയുമാണ്. ഈ ഒരു ദാരുണമായ സംഭവം അറിഞ്ഞ് സൈന്യം സുരക്ഷ ശക്തമാക്കി. സോംബികൾക്കായുള്ള തിരച്ചിൽ തുടങ്ങിയ സൈന്യം ആ ഒരു സോണിലെ പവർ കട്ടാക്കി. ക്വാറന്റീനിലായിരുന്ന ടാമിയുടെയും ആൻഡ്രുവിൻ്റെയും മുൻപിൽ വെച്ച് അവർക്ക് കാവൽ നിന്നിരുന്ന സൈനികനെ സോംബികൾ കൊലപ്പെടുത്തി. അങ്ങനെ സോംബിയായി മാറിയ ആ സൈനികൻ ഇരുവരെയും കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ആ ഒരു സോംബിയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇരുവരെയും രക്ഷിക്കാനായി സ്കാർലറ്റ് അങ്ങോട്ടേക്കെത്തുന്നത്. ആലീസിൻ്റെ മക്കളായതിനാൽ അവരുടെ രക്തത്തിൽ നിന്നും സോംബി വൈറസിനെതിരായ മരുന്ന് കണ്ടുപിടിക്കാനായി സാധിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് സ്കാർലറ്റ് അവരുടെ പക്കലേക്ക് എത്തിയിരുന്നത്. തിക്കിത്തിരക്കിയുള്ള ഓട്ടത്തിനിടെ ആൻഡ്രുവിന് വഴിതെറ്റുകയും അവൻ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. സൈന്യം ജനങ്ങളെയെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തിലേക്ക് മാറ്റുവാനുള്ള തത്രപ്പാടിലാണ്. ഈ ഒരു സമയത്ത് ഡോയിൽ ഉൾപ്പെടെയുള്ള സ്നൈപ്പർമാർ ആളുകൾക്ക് പുറകെ ഓടിയിരുന്ന സോംബികളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് കൂട്ടം തെറ്റിപ്പോയിരുന്ന ആൻഡ്രു സോംബിയായി മാറിയിരുന്ന തൻ്റെ പിതാവിനെ കണ്ടിരുന്നു. ഡോൺ ആളുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന സമയത്ത് ആൻഡ്രു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കടിയേറ്റവരെല്ലാം സോംബികളായി മാറിയതോടെ സോംബികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അതോടെ സൈനികർക്ക് സോംബികളെയും മനുഷ്യരെയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാവുകയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ആ സോണിലുള്ള മുഴുവൻ പേരെയും കൊലപ്പെടുത്താനുള്ള ഉത്തരവ് നൽകാൻ ജനറൽ നിർബന്ധിതനായി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സൈനികർ
ജനങ്ങൾക്കു നേരെ നിറയൊഴിക്കുകയാണ്. സോംബികളും മനുഷ്യരും ഒരേപോലെ ചത്തുടങ്ങാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് പരിഭ്രാന്തിയോടെ ഓടിയിരുന്ന ആൻഡ്രുവിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് രക്ഷപ്പെടുത്താനായി ഭക്ഷണം ശേഖരിച്ചു വെച്ചിരുന്ന റൂമിലേക്ക് വിളിച്ചു കയറ്റി. താൻ ഉൾപ്പെടെയുള്ള സൈനികർ ജനങ്ങളെ നിഷ്കരണം കൊന്നൊടുക്കുന്ന കാഴ്ച കണ്ട് ഡോയലിൻ്റെ കരളലിഞ്ഞു. അതോടെ തന്നാലാവും വിധം ഭക്ഷണം സൂക്ഷിക്കുന്ന ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുന്ന കുറച്ചു പേരെയെങ്കിലും രക്ഷിക്കാമെന്ന് ഡോയൽ തീരുമാനിച്ചു. ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ടാമയും സ്കാർലറ്റും ഒളിച്ചിരുന്നിരുന്നത്. അവിടെ വെച്ച് ആൻഡ്രു ഇരുവരെയും കണ്ടുമുട്ടി. ഒന്നുകിൽ സോംബികളുടെ കൈകളാൽ, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ വെടിയേറ്റ്. എങ്ങനെ പോയാലും മരണമുറപ്പാണെന്ന് അവിടെ ഒളിച്ചിരിക്കുന്ന ഏവർക്കും അറിയാമായിരുന്നു. ഈ ഒരു നേരത്താണ് അവരെ ആ സോണിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കാനായി ഡോയൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ കൂരാകൂരിട്ടിലൂടെ ഡോയലിനെ പുറകെ സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ചവർ അവിടെ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ്. ഇക്കാര്യം മനസ്സിലാക്കി ഡോയലിനോട് പിന്മാറാൻ പറഞ്ഞുകൊണ്ട് സൈന്യത്തിൻ്റെ നിർദ്ദേശമെത്തി. ഈ ഒരു സമയത്താണ് പൈലറ്റായ ഡോയലിൻ്റെ കൂട്ടുകാരനായ ഫ്ലിൻ ഈ ഒരു പ്രദേശം ബോംബിട്ട് നശിപ്പിക്കാൻ പോവുകയാണെന്നും മിനിറ്റുകൾക്കകം അത് സംഭവിക്കുമെന്നും ഡോയലിനെ അറിയിക്കുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരെയും സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു. തനിക്കൊപ്പമുള്ളവരെ രക്ഷിക്കാനായി ഡോയലിനെ അവരെ ഷൂട്ട് ചെയ്തിരുന്ന സൈനികരെ വെടിവെച്ച് കൊല്ലേണ്ടതായി വന്നിരുന്നു. പിന്നീട് ഡോയൽ അവശേഷിച്ചിരുന്ന 4 പേരെയും കൂട്ടി ആ ഒരു സോണിൽ നിന്നും പുറത്തു കടക്കുകയാണ്. താമസിയാതെ തന്നെ പാഞ്ഞെത്തിയ യുദ്ധവിമാനങ്ങൾ ആ ഒരു സോണിൽ ബോംബുകൾ വർഷിച്ചു. ആ സോണിൽ അവശേഷിച്ചിരുന്ന സോംബികളും മനുഷ്യരുമെല്ലാം ഒരേപോലെ ചത്തുടങ്ങി. നിർഭാഗ്യവശാൽ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഡോൺ ഉൾപ്പെടെയുള്ള കുറച്ച് സോംബികൾ ആ ഒരു സോണിൽ നിന്നും ഇതിനോടകം തന്നെ പുറത്തു കടന്നു കഴിഞ്ഞിരുന്നു. ഭാഗ്യവശാൽ ഡോയലിനും കൂട്ടർക്കും കഷ്ടിച്ച് ബോംബാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു. ടാമയും ആൻഡ്രുവും സ്കാർലറ്റും കൂടാതെ രക്ഷപ്പെട്ടിരുന്ന മറ്റൊരു യുവാവും ഈ ഒരു സമയത്ത് ഡോയലിനൊപ്പം ഉണ്ടായിരുന്നു. അതേനേരം ബോംബാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന സോംബികളും ലണ്ടൻ നഗരം ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സ്കാർലറ്റിൻ്റെ കാലിൽ വെടിയേറ്റിരുന്നു. ആലീസിനെ സോംബി വൈറസിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അത് അവരുടെ കുട്ടികളായ ടാമയ്ക്കും ആൻഡ്രുവിനും പകർന്നു കിട്ടിയിട്ടുണ്ടാകും. അതിനാൽ തന്നെ അവരുടെ രക്തത്തിൽ നിന്നും സോംബി വൈറസിനെതിരായ മെഡിസിൻ കണ്ടുപിടിക്കാനായി സാധിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ ആ കുട്ടികളുടെ ജീവൻ നമ്മുടേതിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് സ്കാർലറ്റ് ഡോയലിനെ അറിയിച്ചു. ഈ ഒരു സമയത്താണ് രക്ഷപ്പെട്ടിരുന്ന സോംബികൾ ലണ്ടനിലേക്ക് പാഞ്ഞെടുക്കുന്ന വിവരം ഫ്ലിൻ ഡോയലിനെ അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും സോംബികൾ ഡോയലിൻ്റെയും കൂട്ടരുടെയും പക്കലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കി ഫ്ലിൻ ഡോയലിൻ്റെ പക്കലേക്ക് എത്തുകയും അവനോട് മാത്രം ഹെലികോപ്റ്ററിലേക്ക് പ്രവേശിക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ ഡോയൽ അതിന് തയ്യാറായില്ല. അതോടെ സ്റ്റേഡിയത്തിലേക്ക് വരാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് ഫ്ലിൻ അവിടെ നിന്നും പറന്നകലാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോയലിനൊപ്പം ഉണ്ടായിരുന്ന യുവാവ് രക്ഷപ്പെടാനായി ഹെലികോപ്റ്ററിൽ പിടിച്ചു തൂങ്ങി. അതോടുകൂടി ബാലൻസ് ചെയ്യാൻ കഴിയാതെ ഫ്ലിൻറ്റിൻ്റെ ഹെലികോപ്റ്റർ ആടിയുലയുകയാണ്. അതേനേരം ഡോയലിനരികിലേക്ക് പാഞ്ഞെടുത്തിരുന്ന സോംബികളിൽ ചിലരെ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ഫ്ലിൻ അരിഞ്ഞു വീഴ്ത്തിയിരുന്നു. സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ഡോയലും കൂട്ടരും സ്റ്റേഡിയം ലക്ഷ്യമാക്കി പാഞ്ഞു. ഈ സമയം പിടിവിട്ട് ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടിയിരുന്ന യുവാവ് താഴേക്ക് വീണ് കൊല്ലപ്പെട്ടിരുന്നു. പുറകെ എത്തിയിരുന്ന സോംബികളെ വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ഡോയൽ തനിക്കൊപ്പമുള്ളവരെ രക്ഷിക്കാനായി മുന്നോട്ട് പാഞ്ഞു. നിർഭാഗ്യവശാൽ അവരെത്തിപ്പെട്ടിരുന്നത് സോംബികൾക്കു നേരെ വിഷവാതകം പ്രയോഗിക്കുന്ന നാറ്റോ സൈന്യത്തിൻ്റെ മുന്നിലേക്കായിരുന്നു. വിഷപ്പുകയിൽ നിന്നും രക്ഷപ്പെടാനും സൈനികരുടെ പക്കൽ നിന്നും ഓടി ഒളിക്കാനുമായി അവർ പ്രാണരക്ഷാർത്ഥം അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ഓടിക്കയറി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ബാറ്ററി ഡൗൺ ആയതിനാൽ ആ ഒരു കാറ് സ്റ്റാർട്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സോംബികൾ അവരുടെ കാറ് വളഞ്ഞെങ്കിലും ആ ഒരു വിഷപ്പുക താണ്ടി അവയെല്ലാം ചത്തൊടുങ്ങി. പിന്നീട് നമുക്കിനി സ്റ്റേഡിയത്തിൽ വെച്ച് കാണാമെന്നും ഞാൻ പുറത്തിറങ്ങി കാറ് തള്ളി സ്റ്റാർട്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഡോയൽ പുറത്തേക്കിറങ്ങി. ഡോയലിനെ ആ കാർ തള്ളി സ്റ്റാർട്ടാക്കാനായി കഴിഞ്ഞെങ്കിലും പിന്നാലെ എത്തിയ നാറ്റോ സൈന്യം അവനെ ചുട്ടരിച്ചു. ഈ ഒരു വേദനാജനകമായ കാഴ്ച കണ്ട് സ്കാർലറ്റ് കുട്ടികളെയും കൂട്ടി കാറിൽ അതിവേഗത്തിൽ സ്റ്റേഡിയം ലക്ഷ്യമാക്കി പാഞ്ഞു. ഈ ഒരു കാഴ്ച കണ്ട സൈന്യം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവരെ
ഷൂട്ട് ചെയ്ത് കൊല്ലാനായി ശ്രമിക്കുകയാണ്. അപകടം മനസ്സിലാക്കിയ സ്കാർലറ്റ് ഉടൻ തന്നെ തൻ്റെ വാഹനം സ്റ്റേഡിയത്തിനടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഓടിച്ചു കയറ്റി. അങ്ങനെ അവിടെ നിന്നും കൂരാക്കൂരിരുട്ടിലൂടെ മൂവരും സ്റ്റേഡിയം ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ നിന്നും എടുത്തിരുന്ന ഡോയലിൻ്റെ തോക്കിൻ്റെ നൈറ്റ് വിഷൻ ലെൻസിലൂടെ നോക്കിയായിരുന്നു അവർ മുന്നോട്ടേക്ക് നീങ്ങിയിരുന്നത്. ഈ ഒരു സമയത്ത് സോംബിയായി മാറിയിരുന്ന ഡോൺ അങ്ങോട്ടേക്കെത്തുകയും സ്കാർലറ്റിനെ കൊലപ്പെടുത്തുകയുമാണ്. ശേഷം ഡോൺ ആൻഡ്രുവിനെ പിടികൂടുകയും അവനെ കടിക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്കെത്തിയ ടാമി വീണു കിടന്നിരുന്ന ഡോയലിൻ്റെ തോക്കെടുത്ത് ഡോണിനെ വെടിവെച്ച് കൊന്നു. കടിയേറ്റെങ്കിലും ആലീസിനെ പോലെ തന്നെ ആൻഡ്രു ഒരു സോംബിയായി മാറിയിരുന്നില്ല. പക്ഷേ അവനിപ്പോൾ ഒരു സോംബി വൈറസ് വാഹകനാണ്. പിന്നീട് ആൻഡ്രുവിനെയും കൂട്ടി ടാമി സ്റ്റേഡിയത്തിലേക്ക് ചെന്നു. അവിടെ ഡോയലിനെ കാത്തുനിന്നിരുന്ന ഫ്ലിന്നിനോട് ഡോയലിൻ്റെ മരണവാർത്ത അവൾ അറിയിച്ചു. മനസ്സലിവ് തോന്നി ഫ്രാൻസിലേക്ക് പോകാനൊരുങ്ങി നിന്നിരുന്ന ഫ്ലിൻ ഇരുവരെയും തൻ്റെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. പക്ഷേ ഫ്ലിന്നിനെ ആൻഡ്രുവിൻ്റെ ശരീരത്തിൽ സോംബി വൈറസിൻ്റെ സാന്നിധ്യമുള്ള വിവരം അറിയില്ലായിരുന്നു. അങ്ങനെ ലണ്ടനിൽ നിന്നും അവർ ഫ്രാൻസിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് കാണിക്കുന്നത് 28 ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ്. ഫ്ലിൻ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള തൻ്റെ ഹെലികോപ്റ്ററിലെ റേഡിയോയിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ യൂറോപ്പിലേക്കും സോംബി വൈറസ് വ്യാപിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ വൈറസ് അവിടെ വ്യാപിച്ചത് വൈറസ് ബാധിതനായ ആൻഡ്രു വഴിയായിരിക്കും. ചിതറിയോടുന്ന സോംബികളുടെ ഭീതിജനകമായ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.